ഹലോ മക്കളെ, അവൻ നമ്മളുടെ SSLCയിലുള്ള മക്കളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലക്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ റിസൾട്ടിൽ ഫുൾ എ പ്ലസ് ഇങ്ങനെ നിരനിരയായി വരിയായി നിൽക്കുന്നു. നമ്മളുടെ പാരൻസിൻ്റെ സന്തോഷം, നമ്മളുടെ സന്തോഷം അല്ലേ, ഇതായിരിക്കും നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും ആഗ്രഹം. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ആഗ്രഹം നമ്മൾ എന്താ പറയുക നിറവേറാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എന്തായാലും നടക്കും. കാരണം എൻ്റെ മക്കളെല്ലാവരും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. പക്ഷേ ഈ വീഡിയോയിൽ മിസ് അതല്ല പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും, എത്ര മാർക്ക് കിട്ടിയാലാണ് നമ്മൾ ആ ഒരു ബൗണ്ടറി കിടക്കുക, അല്ലെങ്കിൽ നമ്മളെ റിസൾട്ടിൽ ഫുൾ ഇങ്ങനെ A+ ഇങ്ങനെ നിരന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്ട്സിലും നമ്മൾ എത്ര മാർക്സ് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടിയാലാണ് നമുക്ക് A+ കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മളുടെ കുട്ടികളുടെ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് റിട്ടൺ എക്സാമിൻ്റെ കൂടെ നമ്മളുടെ എഴുത്ത് പരീക്ഷയുടെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ടാകും, എല്ലാവർക്കും ഒരു C ഉണ്ടാവും അല്ലേ, ഒരു C മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ C മാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാകും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് എത്ര C മാർക്ക് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ബയോളജിക്കൊക്കെ ആണെങ്കിൽ 10 ആൻഡ് ഇപ്പോൾ മാത്സ് പോലത്തെ 80 മാർക്കിനുള്ള എക്സാംസൊക്കെ ആണെങ്കിൽ 20 മാർക്ക് ഉണ്ടാവും C. ആൻഡ് C മാർക്കിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. കാരണം ഈ C മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫുൾ മാർക്കായിരിക്കും. കാരണം ഈ C മാർക്കും പിന്നെ നമ്മൾ റിട്ടേൺ എക്സാമും കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ടോട്ടൽ സ്കോർ വരിക. ഈ ടോട്ടൽ സ്കോറിൽ നിന്നാണ് നമ്മൾ എന്ത് നോക്കുക, നമ്മൾക്ക് എത്ര മാർക്സ് കിട്ടിയാൽ ഫുൾ A+ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഈ ടോട്ടൽ മാർക്കിന് ഇപ്പോൾ ബയോളജി പോലത്തെ എക്സാം 40 മാർക്ക് നമുക്ക് റിട്ടേണും പ്ലസ് 10 മാർക്കും കൂടി കൂട്ടിയിട്ട് നമുക്ക് 50 മാർക്കിനാണ് നമുക്ക് വരിക. അപ്പോൾ അതിലൊരു 90% അല്ലെങ്കിൽ അതിൻ്റെ എബവ്, നമുക്കൊരു 45 അല്ലെങ്കിൽ അതിൻ്റെ എബവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, A+ ആണ്. ഇനിയിപ്പോൾ മാത്സിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ 80 അല്ലേ നമ്മൾ റിട്ടേൺ എക്സാം, പ്ലസ് നമുക്ക് 20 കൂടെ വരും, അങ്ങനെ 100ൽ നിങ്ങൾക്കൊരു 90 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, A+ ആണ്. അപ്പോൾ ഈ C മാർക്ക് അറിയുന്നവരാണ് എൻ്റെ മക്കളൊന്ന് കമൻസിൽ അറിയിക്കുക. കാരണം മിസ്സിൻ്റെ ഒക്കെ ടൈമിൽ മിസ്സൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു നോട്ടീസ് ബോർഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഇങ്ങനെ C മാർക്ക് എഴുതിയിടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും 10 തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഫുൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് അറിയിക്കാറുണ്ടോ എന്ന് മിസ്സിന് അറിയില്ല, അറിയുന്നവരൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ C മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫുള്ളായിരിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയേ മക്കളെ, ഇപ്പോൾ നമുക്ക് ബയോളജിയിലാണെങ്കിൽ 50 ടോട്ടൽ, 40 നമ്മളുടെ എക്സാമും 10 നമ്മളുടെ C, അത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമ്മളുടെ C മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ മാത്സിലാണെങ്കിൽ 20 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ 100ൽ വരുന്നതിൽ 20 നമുക്കിവിടെ കിട്ടി. ഓക്കെ, ആ 20 നമുക്കിവിടെ ഫുള്ള് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെയാണെങ്കിൽ 10 നമുക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ മാർക്സിൽ നമുക്ക് എത്രയാണ് വേണ്ടത്, 45 കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ആണ്. ആൻഡ് ഇവിടെയാണെങ്കിലോ നമുക്ക് 90 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A+ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് എത്ര കിട്ടി, ഓൾറെഡി 20 കിട്ടിയിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എഴുത്തിൽ നമ്മളുടെ എക്സാമിൽ നമ്മൾ എത്ര വാങ്ങിയാൽ മതി, 40 മാർക്കുള്ള എക്സാം ആണെങ്കിൽ എൻ്റെ മക്കൾ 35 വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടും. അല്ല 80 മാർക്കിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 70 വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടും. ഓക്കെ, മിനിമം ആണ് മിസ്സ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്ക് പോയാലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. അയ്യോ മിസ്സ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത്ര മാർക്ക് പോയി, വിഷമിക്കേണ്ട. കാരണം C മാർക്ക് എൻ്റെ മക്കൾക്ക് ഫുള്ളായിരിക്കും. ഇത്രയും വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാകും, A+ ആയി, ഓൾറെഡി A+ ആയി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. ഇത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും നമ്മൾ എക്സാമിൽ നല്ല മാർക്സ് കിട്ടി ഫുൾ A+ കിട്ടണം എന്നല്ലേ ആഗ്രഹിക്കുക. അപ്പോൾ അവർക്ക് തരാൻ പറ്റുന്ന ആ മാർക്സ് അവർ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ബാക്കി നമ്മളുടെ കയ്യിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ 90% കിട്ടിയാലാണ് A+ ആവുക. 80% ആയി കഴിഞ്ഞാൽ A ആണ്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എക്സാമിന് 40 നമ്മളുടെ പരീക്ഷ, ഇപ്പോൾ ബയോളജി പോലത്തെ പരീക്ഷയിലാണെങ്കിൽ നിങ്ങൾ 35 വാങ്ങിച്ചാൽ തന്നെ നമുക്ക് A+ ആവും. കാരണം പ്ലസ് നമ്മുടെ 10 കൂടെ വരുമ്പോൾ 45 മാർക്കാവും. അപ്പോൾ നമുക്ക് A+ ആയി. ഇനി നമ്മളുടെ 80 പരീക്ഷയാണെങ്കിൽ നിങ്ങൾ 70 വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് A+ ആയി. ബാക്കിയുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല, കാരണം അത് നമ്മളുടെ കാറ്റഗറി അല്ല. നമ്മൾ A+ കുറഞ്ഞൊന്നും ആഗ്രഹിക്കില്ല.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് A+ കിട്ടാൻ വളരെ കുറച്ചുള്ളൂ. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെറുതായിട്ടൊന്ന് വട്ടം കറക്കി നോക്കി വരുമ്പോൾ നമ്മൾ ഫുൾ മാർക്ക് പ്രതീക്ഷിച്ച ഒരു പരീക്ഷയായിരുന്നു, ഫുൾ മാർക്ക് 40ൽ 40 വാങ്ങിക്കുമെന്ന് വിചാരിച്ച പരീക്ഷയാണെങ്കിൽ കൂടെ ഒരു 2 മാർക്ക് 1 മാർക്കൊന്നും പോയാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം C അവിടെ ഫുള്ളുണ്ട്. ഓക്കെ, ഒരു 2 മാർക്ക് അപ്പോൾ ബയോളജിയിൽ ഇപ്പോൾ 38 ആണെന്നുണ്ടെങ്കിലും C 10 ഉണ്ട്, 48 ഫുൾ A+ ആയി അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫുൾ A+ കിട്ടും, എല്ലാ സബ്ജക്ട്സിലും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മളുടെ എക്സാമിനറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് മാത്രമല്ല നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ ബ്ലെസ്സിങ്സും ഞങ്ങളുടെ പ്രയേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് പഠിക്കുക. ആൻഡ് പഠിക്കാനാണെങ്കിലും നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സസ് എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും 7:30 നമ്മളുടെ ചാനലിൽ ഉണ്ടാകും. നിങ്ങളുടെ എക്സാമിന് മുൻപ് നിങ്ങൾക്ക് രാവിലെ ബൂസ്റ്റർ റിവിഷൻ ഉണ്ടാകും. അങ്ങനെ എല്ലാം തന്ന ഫുൾ പ്രിപ്പറേഷനോട് കൂടിയിട്ട് ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് എൻ്റെ മക്കൾക്ക് എക്സാം ഹാളിൽ പോവാം. ഫുൾ A+ തന്നെ വാങ്ങിക്കും. ആൻഡ് ആ ഒരു കോൺഫിഡൻസ് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഉണ്ടെന്ന് മിസ്സിന് അറിയാം. ആ ഒരു കോൺഫിഡൻസ് തന്നെ മിസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ കൂടി ഒന്ന് അറിയിക്കുക. മിസ് ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഫുൾ A+ വാങ്ങിച്ചിരിക്കും എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ വെറുതെ പറയുക. നമ്മൾ വെറുതെ പറയുന്ന ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് നടക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് മിസ്സിനെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ C മാർക്ക് അറിയുന്നവരും ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളും പ്രിപ്പറേഷൻസും എല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടും. ഓക്കെ.